ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചിരിക്കുകയാണ്. ഇന്നൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത്. മുത്തഖീയും മുഅ്മിനും ഒന്നെന്നെയാണ്, നന്നായി ശ്രദ്ധിക്കണം. ഇന്നൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ. അതേ ഖുർആൻ പറയാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ, പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്. എന്നിട്ട് ആരാ മുത്തഖീ എന്ന് പറഞ്ഞ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഉണ്ടോ? ഈമാൻ കൊണ്ട് പറഞ്ഞേ. അപ്പൊ മുത്തഖിയും മുഅ്മിനും മുത്തഖിയും ഒക്കെ ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ് മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞത്. എന്താ ഈ അദൃശ്യജ്ഞാനം എന്നാ? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ മുത്തഖി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാം. എന്താണ് അദൃശ്യമായത്? പ്രപഞ്ചനാഥനായ അല്ലാഹു അദൃശ്യനാണ്, കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾക്ക് അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ 1,24,000 പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവരിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ 4 ഗ്രന്ഥങ്ങൾ അല്ലാഹു 4 പ്രവാചകന്മാരുടെ മേൽ ഇറക്കി കൊടുത്തത്. എന്തിനേറെ നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ഇറക്കപ്പെട്ടത്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം. ആള് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അസ്റായീലാണ് റൂഹ് പിടിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണോ? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈ പ്രപഞ്ചം നശിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. നമ്മൾ അറിയൂല അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ കാണുമോ എന്നറിയില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കണോ? നരകം നമ്മൾ വിശ്വസിക്കണം, കണ്ടിട്ടില്ല. സ്വർഗം നമ്മൾ വിശ്വസിക്കണം, കണ്ടിട്ടില്ല. അതേപോലെ ഖബറിലെ സുആൽ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ കുറേ കാര്യം. ഇത് മാത്രമല്ല, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും മഅറൂദതുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒരു സ്വലാത്ത് അല്ലേണി? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് മദീനയിൽ പുണ്യനബിക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കാ, എന്റെ ഖബറിന്റെ അടുത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ സർവശക്തികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കാ, ആ മലക്കിന്റെ പ്രത്യേകതയാണത്. എല്ലാ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല മലക്കിന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ മലക്കിനോട് പറയും, ഹബീബായ നബിയേ, ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സ്വല്ലാ അലൈക്, ഇന്നാലിന്ന ആരുടെ മകൻ ഇന്നാലിന്ന ആൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ആ മലക്കന്നോട് പറയുന്നത്. ചിന്തിക്കണേ, സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മളും നമ്മളുടെ വാപ്പയുടെ പേരും മദീന മുനവ്വറയിൽ പറയപ്പെടുന്നുണ്ട്, റൗള ഷരീഫിൽ പറയപ്പെടുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിക്കപ്പെടുന്നുണ്ട്. എന്തിനാ മൗലിദിനെ എതിർക്കുന്നത്? മൗലിദ് നിറയെ സ്വലാത്തുകളല്ലേ. ഒരാൾ വീട്ടിൽ കൂടിയ ഉടനെ മൗലിദ് കഴിച്ചാൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വീട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ പറയപ്പെടുകയാണ്. ആ വീട്ടിന്റെ ഉടമസ്ഥൻ അതിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയാൽ
ആ സ്വലാത്ത് അയാളുടെ വാപ്പയുടെയും പേര് ചേർത്ത് പരിശുദ്ധമായ റൗള ശരീഫിൽ പറയപ്പെടുകയാണ്. നമ്മൾ കാണുന്നില്ല, പക്ഷെ വിശ്വസിക്കണം. ഇങ്ങനെ ഒരുപാട് അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് മുഅ്മിൻ. ഒരാൾ മുഅ്മിനാണോ? അത് ശ്രദ്ധിക്കണേ. നിങ്ങൾ മുഅ്മിനാണോ? നമ്മൾ മുഅ്മിനാണോ? നിങ്ങൾ മുഅ്മിനാണോ? നിങ്ങൾ മിണ്ടില്ല, ഉറപ്പില്ലാന്നോ? നിങ്ങൾ മുഅ്മിനാണോ? മുഅ്മിനാണോ? എന്തുകൊണ്ട്? ഒരാൾ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ അയാളോട് ചോദിക്കുക, നിങ്ങൾ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദർ ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണോ? പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഖദറിലും വിശ്വസിക്കണം. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 6 കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുഅ്മിനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇനി ശ്രദ്ധിക്കണേ, മുഅ്മിൻ 2 രീതിയിലാണ്. ഈമാനിന്റെ രുചി ആസ്വദിക്കുന്ന മുഅ്മിനുണ്ട്, ഈമാനിന്റെ രുചി ആസ്വദിക്കാത്ത മുഅ്മിനുണ്ട്. ഏതുപോലെ? മധുരമുള്ള അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും മധുരമില്ലാത്ത അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം പോലെ. മധുരമുള്ള ചായയും മധുരമില്ലാത്ത ചായയും കുടിക്കുന്ന പോലെ. ചായ കുടിക്കാൻ പിന്നെ ടേസ്റ്റ് അത്ര മനസ്സിലാവില്ലോണ്ടാ ഞാൻ ജ്യൂസ് എന്ന് പറഞ്ഞു. അവക്കാഡോ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മിഷാൽ മോന്റെ പ്രായത്തിലുള്ളവർക്ക് കുടിക്കും. അവർക്ക് ഷുഗർ ഉണ്ടാവും. അലിയാജിക്കും ഇൻകും ചിലപ്പോൾ കുടിക്കാൻ ഷുഗർ ഉണ്ടാവും ഇല്ലേ? കുടിക്കാൻ പറ്റിയോളന്നില്ലേ? ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ജ്യൂസ് തീരെ മധുരമിടാത്ത അവക്കാഡോ ജ്യൂസാണ്. ഈ മോനെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് മധുരത്തിന്റെ എല്ലാം എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്യും. നല്ല പഞ്ചസാര ഇട്ട് തേനൊഴിച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട അവക്കാഡോ ജ്യൂസ് ഒരാൾ കുടിച്ചാലും തീരെ മധുരമിടാത്ത ജ്യൂസ് കുടിച്ചാലുള്ള വ്യത്യാസം എന്താ? അത് തന്നെയാണ്. അത് തന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഈമാനിന് രുചിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ഈമാനിന്റെ രുചിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചില ആള് കണ്ടില്ലേ, ഒരു ജ്യൂസ് കുടിക്കുക ഒരൊറ്റ വലിക്കാണ്ട് കുടിക്കും. അവരതിന്റെ ടേസ്റ്റ് അനുഭവിച്ചവരല്ല. വേറെ ചില ആളുകളുടെ ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടാണ് ജ്യൂസ് കുടിക്കുക. ഒന്നിങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ കുടിക്കും. അതിനാ നമ്മൾ നുണയാന്ന് പറയാ. ഒന്നാമൻ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. അയാൾ ജ്യൂസ് കുടിച്ചു, വയറ് നിറഞ്ഞു, ദാഹം മാറി. ടേസ്റ്റ് അറിഞ്ഞോ? നോ. രണ്ടാമത്തെ ആൾ ജ്യൂസ് കുടിച്ചു, അയാൾ കുടിച്ചു, വയറ് നിറഞ്ഞു, വിശപ്പ് മാറി, ദാഹം തീർന്നു, ടേസ്റ്റ് അറിഞ്ഞു. നന്നായി ശ്രദ്ധിക്കണം. ഇതെല്ലാം കിട്ടിയാൽ ജ്യൂസ് നുണഞ്ഞു കുടിച്ച ആളാണ്. അതേപോലെ ചില ആളുകളുണ്ട്, അവർക്ക് ഈമാനിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവര് പറയും ഞങ്ങൾ മുഅ്മിനീകളാണ്, പക്ഷെ ഈമാനിന്റെ ടേസ്റ്റ് ഉണ്ട്. ലോകത്ത് വേറെ ചില ആളുകളുണ്ട്, അവർ ഈമാനിന്റെ രുചി അറിഞ്ഞവരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സ്വലാത്തു ചൊല്ലണം. ആരാണ് ഈമാനിന്റെ ടേസ്റ്റ് അറിയുന്നവർ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനിന്റെ കൂടെ 3 കാര്യം ഒരാളോട് ചേർന്നു വന്നാൽ, 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, 3 കാര്യം മൻ കുന്ന ഫീഹി, 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഒന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരമില്ല.
ഔക്കാഡോ ജ്യൂസിന്റെ പ്രകൃതി മധുരമില്ല എന്നതാണ് അതിന്റെ പ്രകൃതി. ആ ഔക്കാഡോ ജ്യൂസിലേക്ക് മധുരം ചേർത്താൽ അത് ടേസ്റ്റ് ഒന്നായി. അതോടുകൂടെ തേനും ചേർത്താൽ വീണ്ടും രുചി മാറി. പിന്നെ ഐസ്ക്രീം ചേർത്താൽ വീണ്ടും രുചി മാറി. അള്ളാന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അവരല്ലാത്ത എല്ലാവരെക്കാളും അയാൾക്ക് ഇഷ്ടപ്പെട്ടവരാവലാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തിൽ അവന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും രാജാതിരാജനായ റബ്ബിനോടുള്ള മഹബത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാവണം. ഇങ്ങനെ ഒരാൾക്കായാൽ അയാൾ ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരിക്കൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ് നബിയേ, എന്നോടാണ്, എന്റെ ശരീരത്തോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയോടാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉടനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ, ഇതുവരെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ശരീരത്തോടായിരുന്നു. എന്നാൽ ഈ സെക്കൻഡ് മുതൽ അങ്ങയോടാ നബിയേ, അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങയോടാ യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇപ്പോഴാ ഉമറേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത് എന്ന്. ഈമാനിന്റെ ടേസ്റ്റ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക അയാൾ അല്ലാഹുവിന്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഈമാനിന് പവർ നൽകുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പവറുള്ള ഈമാനുണ്ട്, പവർ കുറഞ്ഞ ഈമാനുണ്ട്. പവറുള്ള ഈമാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് അടക്കാനാവാത്ത സ്നേഹമുള്ള ഈമാനാണ്. അതുകൊണ്ടല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നായി ശ്രദ്ധിക്കണം. എന്തിനാ മുഹമ്മദിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? കേവലം അല്ലാഹുവിന്റെ ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ഒരു സിപ്പായി മാത്രമല്ലേ മുഹമ്മദ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെ ചോദിക്കാൻ, വീട്ടിലൊരു സിപ്പായി കത്തുകൊണ്ടുവന്നാൽ സിപ്പായിയെ ആരെങ്കിലും ആദരിക്കുമോ എന്ന്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് പൂർണ്ണമാകാതെ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മൗലിദോദാതെ സ്വർഗത്ത് കടക്കൂലേ, മൗലിദോദിയില്ലെങ്കിൽ സ്വർഗത്ത് കടക്കൂലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നും കാര്യമല്ലേ എന്ന്. ബ്രെയിൻ വാഷിംഗ് ആണത്. നമ്മുടെ മാനസികമായി നമ്മെ ഒതുക്കാനുള്ള പരിപാടികളാണത്. ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമല്ലേ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവർ. അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ.
അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഷിയാക്കൾക്കിടയിലാ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഷിയാക്കൾ പറഞ്ഞിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വഹി കിട്ടേണ്ടത് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുഹമ്മദ് അത് തട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഷിയാക്കളിലുണ്ട്. അഹ്ലുസുന്നത്തിനിടയിൽ തർക്കമേ ഇല്ലാത്ത വിഷയമാ ഈ ഉമ്മത്തിലെ ഒന്നാമൻ ശുദ്ധീക്കാൻ. അന്നോ ചിന്തിക്കണം, നിങ്ങൾ തല കൊണ്ടാലോചിക്കണം. തർക്കമില്ല വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും നിസ്കരിച്ചത്? അല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ല സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചത് 25 കൊല്ലത്തിൽ താഴെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ സ്വഹാബികളിൽ ഏറ്റവും നോമ്പ് നോറ്റതല്ല. 15 കൊല്ലത്തിൽ താഴെ മാത്രമാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റത്. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. നന്നായി ചിന്തിക്കണം നിങ്ങൾ. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. മുസ്ലിമായതിന് ശേഷം അവർ 60 കൊല്ലം ജീവിച്ചവരാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം 25 കൊല്ലത്തിൽ താഴെ നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കാരമാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സിദ്ദീഖല്ല, 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബിയാണ്. ആലോചിക്കുക നിങ്ങൾ. നോമ്പാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം റമദാനിൽ നോമ്പ് നോറ്റ സ്വഹാബികൾ വേറെയുണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ സിദ്ദീഖിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ആളില്ലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖാണ് ഒന്നാമനെന്ന സൂചന കൊടുത്തില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? രോഗിയായി കിടക്കുമ്പോ മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകാൻ കഴിയാതിരുന്നപ്പോഴല്ലേ പറഞ്ഞത്? സ്വഹാബികളും ആയിഷ ബീവിയോട് പറഞ്ഞത്, ബിലാലിനോട് പറ, അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ എന്ന്. അബൂബക്കറാണ് സ്വഹാബികളിൽ പുണ്യനബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഉമ്മത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത സൂചനയാണ്. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ടല്ല. ഇത് നിസ്കാരം ഒഴിവാക്കാനുള്ള പഴുതായി ആരും മനസ്സിലാക്കണ്ടേ. നിസ്കാരം മെമ്പർഷിപ്പാണ്. നിസ്കാരം അടിസ്ഥാനമാണ് നിസ്കാരം. നോമ്പല്ല ഒരാളുടെ ഈമാനിന് ഏറ്റവും പവർ നൽകുന്നത്. സക്കാത്തല്ല, ഹജ്ജല്ല. ഹജ്ജായിരുന്നു ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ പവർ നൽകുന്നതെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാകേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഹജ്ജ് ചെയ്ത ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അല്ലല്ലോ ഒന്നാമൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട്? വമാദാക ഇല്ലാ ബിമഹബ്ബതിഹി റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖിന് ഖൽബിലുണ്ടായിരുന്ന സ്നേഹമായിരുന്നു അതിന്റെ കാരണമെന്ന് മഹാന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരായിരുന്നു സിദ്ദീഖ് എന്നറിയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ കണ്ണിൽ വെള്ളം നിറച്ചു കരയുന്നവരായിരുന്നു സിദ്ദീഖ്. നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേട്ടാൽ സിദ്ദീഖ് ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുമായിരുന്നു. ഒരിക്കൽ ഹിജ്റയുടെ 12ാമത്തെ വർഷമാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. മഹാനവർകൾ ഹജ്ജ് ചെയ്യാൻ മക്കയിൽ വന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ പോയതാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ വാപ്പയാരാ? അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലത്ത് മുസ്ലിമായ ആളാണ് അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മക്കയിലാ ജീവിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലാണ് ഇസ്ലാമിക ലോകത്തിന്റെ അധിപനാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ ചെന്നതാ. വാപ്പയെ കാണാൻ ചെന്നപ്പോ പ്രിയപ്പെട്ട പിതാവ് വീടിന്റെ സിറ്റ് ഔട്ടിൽ സുഹൃത്തുക്കളോട് ഇങ്ങനെ
ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പയെ കണ്ടപാടെ ഒട്ടകപ്പുറത്ത് നിന്നൊരൊറ്റ ചാട്ടമാണ് താഴേക്ക്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല. വാപ്പയോടുള്ള ബഹുമാനമാണത്. തലമുറയെ നമ്മൾ പഠിക്കേണ്ട പാഠമാണത്. സ്നേഹം സിദ്ദീഖിൽ നിന്ന് പഠിക്കണം, ബഹുമാനം സിദ്ദീഖിൽ നിന്ന് പഠിക്കണം. റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് ഒരൊറ്റ ചാട്ടമാണ് നിലത്തെ. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല. വാപ്പയോടുള്ള ബഹുമാനം ചിന്തിക്കണേങ്ങൾ. ഞാൻ ഏത് കാലത്തായി ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വന്തം ഭാര്യയെ കാറിന്റെ മുമ്പിലിരുത്തിയിട്ട് പാവം ഉമ്മയെ ബേക്കിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന യുവതലമുറയുടെ കാലഘട്ടത്തിൽ എന്താ അവരുടെ ഭാഷ്യം? ഉമ്മയെ മുന്നിലിരുത്താൻ പറ്റൂല, ഉമ്മയുടെ മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. എടോ പറയരുത്, നീ അത് പറയല്ലടാ. നിന്റെ ഉമ്മയുടെ സൗന്ദര്യം നശിപ്പിച്ചതാരാ? നീയാണടാ നശിപ്പിച്ചത്. നിന്റെ ഉമ്മയുടെ മുഖം ചുക്കി ചുളിഞ്ഞു പോയത്, സൗന്ദര്യവതിയായ നിന്റെ മാതാവിന്റെ സൗന്ദര്യം പോയത് ആ ഉമ്മയുടെ മാറിടത്തിലിരുന്നിട്ട് ആ ഉമ്മയുടെ ശരീരത്തിലെ ചോരയും നീരും നീ ഊറ്റിക്കുടിച്ചിട്ടാണ്. ആ മാതാവിനെ കുറിച്ചോ പറയാം, മാനാർക്കും മുന്നിലിരുത്തി യാത്ര ചെയ്യാൻ പറ്റൂല ഉമ്മേ. എന്റെ പ്രിയപ്പെട്ടവളെ മുന്നിലിരുത്തി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, പിന്നിലിരിക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടടാ. എങ്ങനെ വിങ്ങിപ്പൊട്ടാതിരിക്കൂ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ ചാടിയിറങ്ങി അബൂ ഖുഹാഫ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പിതാവിന്റെ നെറ്റിത്തടത്തിൽ തുരുതുരാ ചുംബനമർപ്പിക്കുകയാണ്. ഉപ്പയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് മക്കയുടെ ഗവർണർ ഖലീഫയെ കാണാൻ വരുന്നത്. ഗവർണറുടെ കൂടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ വന്നപാടെ പറഞ്ഞു, അസ്സലാമു അലൈക ഖലീഫത റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ അങ്ങേക്ക് സലാം. ഇത് സിദ്ദീഖ് അന്ന് കേട്ട് കഴിഞ്ഞില്ല. സിദ്ദീഖ് വിതുമ്പാൻ തുടങ്ങി, റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. മക്കയുടെ ഗവർണറും ഉദ്യോഗസ്ഥരും ചോദിച്ചു, ഓ ഖലീഫ തങ്ങളെ, ഞങ്ങൾ സലാം പറഞ്ഞതിന് എന്തിനാ അങ്ങ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ സലാം പറഞ്ഞിട്ട് കരയില്ല, ഞാൻ നിങ്ങൾ എന്റെ മേൽ സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക ഖലീഫത റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഹബീബിനെ ഓർമ്മ വന്നു പോയതാണ്, അതുകൊണ്ട് ഞാൻ കരയുകയാണെന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സിദ്ദീഖിന്റെ സ്നേഹം. അതാണ് സിദ്ദീഖിന്റെ സ്നേഹം. സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്നാണ്. നിങ്ങൾ ചിന്തിക്കണേ, സ്നേഹത്തോളം ഈമാനിന് പവർ നൽകാൻ പറ്റുന്ന മറ്റൊന്നുമില്ല എന്റെ സഹോദരാ, മറ്റൊന്നുമില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ ഏറെ നേരമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സയ്യിദുനാ, നമ്മൾ ഇവിടുന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ പവറുള്ള ഈമാനാണോ, ടേസ്റ്റ് ഉള്ള ഈമാനാണോ, ടേസ്റ്റ് ഇല്ലാത്ത ഈമാനാണോ? മുഹമ്മദ് കേവലം നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലാതെ ആരെന്ന് ചോദിക്കുന്നവർ ഈ ഹബീബിനെ സ്നേഹിക്കുകയാണോ ഇകഴ്ത്തുകയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവർകൾ ഇങ്ങനെ മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടക്ക് പെട്ടെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായി പിന്നെ സംസാരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയതാണ്. മഹാനവരകളെ കുറിച്ചായി സംസാരം. സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും തുലനം ചെയ്താലും സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ മുഴു രാവുകളും കിടപിടിക്കൂല.
സുദ്ദീഖിന്റെ ഒരു പകലിനോട്, ശ്രദ്ധിക്കണത് ആര് പറഞ്ഞതാ? ഞാൻ പറയുന്നതല്ല, ഏതെങ്കിലും ആലിം പറയുന്നതല്ല. ഈമാനിന്റെ ആഴമറിഞ്ഞ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? എന്റെ ഉമർ സ്വർഗ്ഗത്തിലാണ്, മാത്രമല്ല എന്റെ ഉമറിന്റെ നാവിലൂടെ അല്ലാഹു തആല ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനോട് പറയാം, ഉമറിന്റെ മുഴുവൻ രാവുകളും സുദ്ദീഖിന്റെ ഒരു രാവിനോട് കിടപിടിക്കാനില്ല. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഉമർ സുദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു പകലിനോട് കിടപിടിക്കൂല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അമ്പരപ്പോടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു? ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും സുദ്ദീഖിന്റെ ഒരു രാവും വെച്ചാൽ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളെയും മറികടക്കുന്നത് സുദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു രാവാണ്. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഒരു സ്ഥലത്ത് വച്ചു, സുദ്ദീഖിന്റെ ഒരു പകലും അടുത്തു വച്ചാൽ ഉമറിന്റെ പകലുകളെ മറികടക്കുന്ന പകല സുദ്ദീഖിന്റെ പകൽ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ഈ സഹോദരന്, സഹോദരാ, സുദ്ദീഖിന്റെ ഒരു രാവുണ്ട്, ആ രാവിനോട് ഒന്നും കിടപിടിക്കില്ല. ഏതാണ് ആ രാവ്? പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ രാവാൻ. ഇദ്ഹുമാ ഫിൽ ഗാർ, അത്രയേ ഖുർആൻ പറഞ്ഞുള്ളൂ. ഇദ്ഹുമാ ഫിൽ ഗാർ, നബിയും സിദ്ദീഖും ആ ഗുഹയുടെ അകത്തുണ്ടായിരുന്ന സമയം ഒന്ന് ഓർത്തു നോക്കൂ എന്ന് അല്ലാഹു തആല പറയാൻ. ലോകത്തെ അവസാനത്തെ മുഅ്മിനും പഠിക്കണം അവിടെ നിന്ന്. സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്ന് റളിയല്ലാഹു അൻഹു. ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹക്കകത്തുണ്ടായിരുന്ന സമയമെന്ന പരിശുദ്ധ ഖുർആൻ. ആ സംഭവം, ആ ദിനം, ആ രാവ്, ഇതൊന്ന് ഓർത്തു നോക്കാൻ അല്ലാഹു തആല പറയാൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയോട്, ഈ സഹോദരനോട് പറയാണ്, സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ആ രാവിനോട് കിടപിടിക്കാൻ പറ്റുന്ന രാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കിടയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. നേരെ സുദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് പോയി. അർദ്ധരാത്രിയിലാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുട്ടി വാതിൽ തുറക്കപ്പെടുകയാണ്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ രംഗം വിശദീകരിക്കാൻ. ആയിഷ ബീവി പറയാൻ, എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദിവസവും സുദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ വരാറുണ്ട്. എന്റെ വീട്ടിൽ വരാറുണ്ട്, ഉപ്പയുടെ വീട്ടിൽ വരാറുണ്ട്. പക്ഷെ ഒന്നുകിൽ രാവിലെയാ വരാ, അല്ലെങ്കിൽ വൈകുന്നേരമാ വരാ. രാത്രി അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ. ചങ്കിന്റെ വീട്ടിൽ പോയിരിക്കും പാതിര വരെ. ചങ്കുകളുടെ വീട്ടിൽ പാതിര വരെ പോയിരിക്കാറില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ലേ അത്. ആയിഷ ബീവി പറയാ, ഏത് ആയിഷയെ പറഞ്ഞറിയോ? റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 2 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി പറയുന്നിട്ട് പോലും രാത്രി വരാറില്ല. പകലിലെ റസൂലുള്ള വരാറുണ്ടായിരുന്നല്ലോ. രാത്രി വന്നത് ഹിജ്റയുടെ രാവാണ്. സുദ്ദീഖുൽ അക്ബർ വാതിൽ തുറന്നു കൊടുത്തു. പുണ്യനബി വീടിന്റെ അകത്തേക്ക് കയറി റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയി റസൂലുള്ളാഹിനെ. റൂമിലെത്തിയപ്പോ റസൂലുള്ള പറഞ്ഞു സുദ്ദീഖ് തങ്ങളോട്, ഈ റൂമിലുള്ള കുട്ടികളെ അടുത്ത റൂമിലേക്ക് മാറ്റൂ എന്ന്. ഉപ്പ പറഞ്ഞു റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, അതൊന്ന് ആയിഷയാ നബിയേ, മറ്റൊന്ന് ആയിഷയുടെ അനുജത്തി അസ്മയാ നബിയേ. 2 കുട്ടികളല്ലേ യാ റസൂലല്ലാഹ്, അങ്ങേക്ക് മാറ്റണമെന്നാണെങ്കിൽ ഞാൻ മാറ്റാം, ഇല്ലെങ്കിൽ അവരെവിടെ ഇരുന്നോട്ടെ, അങ്ങയുടെ സമ്മതപ്രകാരം ചെയ്യാം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുദ്ദീഖ് തങ്ങളെ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്.
അങ്ങന്റെ കൂടെ പോരണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്റെ പേര് പറഞ്ഞോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ. അപ്പോഴേ ആ സിദ്ദീഖ് വിതുമ്പി വിതുമ്പി കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ വേഗം വീട്ടിൽ നിന്ന് ഭക്ഷണമെടുത്ത് വസ്ത്രങ്ങളെല്ലാം റെഡിയാക്കി. ആയിഷ ബീവി പറയാ, പിന്നെ നേരെ ഉപ്പ പോയത് ഉപ്പയുടെ ഖജനാവുള്ള വീട്ടിന്റെ അകത്തേക്ക്, ഖജനാവുള്ള റൂമിലേക്കാണ് ഉപ്പ പോയത്. ആ റൂമിനകത്ത് ചെന്ന്, ആരാണ് സിദ്ദീഖ്? ചിന്തിക്കണം നിങ്ങൾ, ആരാണ് സിദ്ദീഖ്? മക്കയിലെ കോടീശ്വരൻ. ഒരു വർഷത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരുമാനം 40,000 സ്വർണ്ണ ദീനാറാണ്. കണ്ണവം വെളുമ്പത്ത് ഈ പരിസരത്തൊന്നും അത്രമാത്രം വലിയൊരു കോടീശ്വരുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. 40,000 ഇന്റെ 30,000 വെച്ചൊന്ന് കൂട്ടി നോക്ക്. 40,000 സ്വർണ്ണ ദീനാറ ഒരു വർഷത്തെ സിദ്ദീഖുൽ അക്ബറിന്റെ ലാഭം. ആയിഷ ബീവി പറയാ, ഉപ്പ നേരെ ആ റൂമിന്റെ അകത്തേക്ക് ചെന്നിട്ട് പണക്കിഴി എടുക്കുകയാണ്. എടുത്തിട്ട് നേരെ റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെടുകയാണ്. പറഞ്ഞില്ല നബിയേ, ഞാൻ കച്ചവടത്തിനയച്ച യാത്രാ സംഘം തിരിച്ചു വരുന്നുണ്ട്. കച്ചവട സംഘം അവർ വന്നിട്ട് ലാഭം കൂട്ടി വാങ്ങിയിട്ട് പോയാൽ പോരെ നബിയേ എന്ന് സിദ്ദീഖ് ചോദിച്ചില്ല റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഈത്തപ്പഴം പഴുത്തു ഭാഗമായിട്ടുണ്ട് നബിയേ, അതൊന്ന് പറിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോരെ നബിയേ എന്ന് ചോദിച്ചില്ല സിദ്ദീഖ്. പാതിരാവിൽ വന്ന് അങ്ങന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ ഇറങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ജബൽ സൗറിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സഹോദരനോട് പറഞ്ഞു കൊടുക്കാൻ, സിദ്ദീഖിന്റെ ആ ഒരു രാവ് ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവും വെച്ചാലും ആരോ ഒരു രാവിനോട് കിടപിടിക്കില്ല എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. അങ്ങനെ രണ്ടുപേരും നടന്ന് ജബൽ സൗറിന്റെ അടിഭാഗത്തെത്തി. ജബൽ സൗറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി പിന്നെ നടക്കുന്നത് എങ്ങനെയെന്നറിയോ? രണ്ട് കാലിന്റെയും തള്ളവിരൽ നിലത്തൂന്നിയ അല്ലാഹുവിന്റെ ഹബീബ് നടക്കുന്നത്. ഈ രംഗം രാത്രിയുടെ ഇരുട്ടിൽ സിദ്ദീഖ് കാണുകയാണ്. പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ അങ്ങ് തള്ളവിരൽ നടക്കുന്നത് നബിയേ? അപ്പൊ പറഞ്ഞു സിദ്ദീഖ്, നടന്നിട്ട് എന്റെ കാല് പൊള്ളച്ചിട്ടുണ്ട് സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണേ, ഈമാനിന്റെ രുചി മഹബ്ബത്തുള്ളവർക്കാണ് ലഭിക്കുന്നത്. ഇതങ്ങ് കേട്ടപാട് സിദ്ദീഖ് ഒരുമ്മ തന്റെ പുന്നമോനെ തോളിലിടുന്ന പോലെ ആരംഭ റസൂലുള്ളാഹിനെ തന്റെ തോളിലിട്ട ജബൽ സൗറിന്റെ മുകളിലേക്ക് കയറുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവും വച്ചാലും സിദ്ദീഖിന്റെ ആ രാവിനോട് കിടപിടിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ തഹജ്ജുദ് നിസ്കരിച്ച രാവല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ രാവിൽ നിന്ന് എടുത്തു പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചെയ്ത രാവല്ല ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ അറഫായുടെ മൈതാനിൽ വെച്ച് പൊട്ടി കരഞ്ഞു ദുആ ചെയ്ത രാവല്ല പകലല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത സ്നേഹം കാണിച്ച രാവാ പകല എടുത്തു പറഞ്ഞത്. ആ രാവിനോട് ഉമറിന്റെ ജീവിതത്തിലെ നിസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം കൂട്ടിവെച്ചാലും ആ ഒരു രാവിനോട് സമമാകൂല്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ചില മനുഷ്യന്മാർ പറഞ്ഞതറിയോ, മുഹമ്മദിന്റെ ആവശ്യമൊന്നും നമുക്കില്ല, നമ്മൾ നോറ്റ നോമ്പും നിസ്കാരവും ഹജ്ജും തന്നെ മതി നമ്മളെ രക്ഷപ്പെടുത്താൻ. പടച്ചോനെ, നഊദു ബില്ലാഹ്, ഈമാൻ എന്താന്ന് തിരിഞ്ഞിട്ടില്ല. നഊദു ബില്ലാഹ്, ഈമാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അർഹമുർ റഹീമീനായ അല്ലാഹ്, സിദ്ദീഖിന്റെ ഈമാൻ ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ.
അല്ലാഹുവേ സിദ്ദീഖിന്റെ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആണ് സിദ്ദീഖിന്റെ ഈമാൻ. ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ആ ഗുഹയുടെ അകത്തുണ്ടായിരുന്ന സന്ദർഭം ഒന്ന് ഓർത്തു നോക്ക് എന്ന് അല്ലാഹു. രണ്ടുപേരും മലന്റെ മുകളിലെത്തി. ചരിത്രമൊന്നും ഞാൻ പറയില്ല. ഞാൻ എന്താ ഈമാൻ എന്നാ പറയണത്, ഞാൻ അവസാനിപ്പിക്കാൻ. എന്താണ് ഈമാൻ? അല്ലാഹുവിന്റെ ഹബീബ് ഖൽബിന്റെ അകത്തളത്തിൽ എത്രമാത്രം ഉടമൂലമായിട്ടുണ്ടോ അത്ര പവർ ഉണ്ടാവും നമ്മുടെ നിസ്കാരത്തിൽ, എത്ര പവർ ഉണ്ടാവും നമ്മുടെ നോമ്പിന്. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അല്ലേ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാ? സ്വഹാബികളല്ലേ. ഒരാൾ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഹബീബായ നബി അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹരില്ലെന്നും അങ്ങ് അള്ളാന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ വന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞു അയാളുടെ മരിച്ചുപോയി. ശ്രദ്ധിക്കണേ, അയാൾ മരിച്ചുപോയി. അയാളുടെ ഈമാൻ 50, 40, 60 കൊല്ലായി നിസ്കരിക്കുന്ന നമ്മുടെ ഈമാനിനേക്കാളും പവറുള്ള ഈമാനാണ്. ലാ ശക്ക ഫീ, സംശയമില്ല. ഉമ്മത്തിൽ 60 കൊല്ലം നിസ്കരിച്ച നമ്മുടെ ഈമാനിനേക്കാളും പവർ 2 മിനിറ്റ് അല്ലാഹുവിന്റെ ഹബീബിനെ ഈമാനോടെ കണ്ട മനുഷ്യനാണ് സ്വഹാബിക്കാൻ. എന്താ കാരണം? അപ്പ റസൂലുള്ളാഹിനെ കണ്ട കണ്ണ്, ആ കണ്ണുള്ള ശരീരത്തിലെ ഈമാൻ സാധാരണ ഈമാനല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് വിശ്വസിച്ചു. 1 മണിക്കൂർ സമയം അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്നു. പിന്നെ അയാൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അയാൾക്ക് സ്വഹാബി എന്ന് പറയല്ലോ. മരിക്കുന്നവരെ ആ സ്വഹാബി പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികളെല്ലാം നക്ഷത്ര തുല്യരാ. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗ സിദ്ധരാ. 1 മണിക്കൂർ സമയം മാത്രം റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നുപോയ സ്വഹാബിയെ പിൻപറ്റിയാലും നമ്മൾ സ്വർഗത്തിലാണ്. എന്താ കാരണം? ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടതോടുകൂടെ അയാളുടെ ഈമാനും നമ്മുടെ ഈമാനും ഒരേ മാതിരിയല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണുള്ള ശരീരത്തിലെ ഈമാൻ, ആ ഈമാനിന് പവറുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിച്ച സ്വഹാബികളുടെ ഈമാനിന് പവറുണ്ട്. 1 മണിക്കൂർ സമയം മുസ്ലിമായി നിന്ന ഒരാളോട് മരിച്ചുപോയി. ഒരൊറ്റ വക്തും അയാൾ നിസ്കരിച്ചിട്ടില്ല. അയാളുടെ ഈമാനും നമ്മുടെ ഈമാനും തുലനം ചെയ്ത അദ്ദേഹത്തിന്റെ ഈമാനാണ് പവർ കൂടുതൽ. എന്താ കാരണം അറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചേർന്നതെല്ലാം അങ്ങനെയാണ്. ഒരാളുടെ ഖൽബിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഹബീബുണ്ടോ അയാളുടെ ഈമാനിന് നല്ല പവർ ഉണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബ് ഖൽബിന്റെ അകത്ത് ഉണ്ടാവുമ്പോഴല്ലോ ഒരു പുതിയ വീട് തുറന്നപാട് അയാൾ തോന്നെന്താ, എന്റെ ഹബീബിന്റെ മേൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് വേണം എന്റെ വീടിന്റെ ഉദ്ഘാടനം നടത്താൻ. എന്റെ ഹബീബിന്റെ മദ്ഹ് പറയിച്ചു വേണം എന്റെ വീടിന്റെ ഉദ്ഘാടനം നടത്താൻ. അത് ഖൽബിൽ നിന്നുണ്ടാകുന്നതാണ്. ഖൽബിലാ ഹബീബായ റസൂലുള്ളാഹി വേണ്ടത്. അവർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പുണ്യനബിയെ ചേർത്തു വെക്കുന്നവരാ. അവരുടെ ഈമാനും അല്ലാത്തവരുടെ ഈമാനും ഒരേപോലെയല്ല. ഈമാനിന് ഏറ്റവും പവർ നൽകുന്നത് മഹബ്ബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അടക്കാനാവാത്ത സ്നേഹമാണ്. അതിൽ ഒന്നാമൻ സിദ്ദീഖാൻ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് സിദ്ദീഖിൽ നിന്നാണ് നിങ്ങൾ ഈമാൻ പഠിക്കേണ്ടത്. ഇദ്ഹുമാ ഫിൽ ഗാർ, 2 പേരും ഗുഹയിലായിരുന്ന സന്ദർഭമെന്ന് ഖുർആൻ. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയില്ല, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയും ഗുഹയുടെ അകത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഗുഹയിലേക്ക് ഇറങ്ങരുത്, ഞാൻ ഇറങ്ങാം നബിയേ. ഈ ഗുഹയുടെ അകത്ത് ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിന്റെ പ്രഹരം അങ്ങേ കേൾക്കും യാ റസൂലല്ലാഹ്, അങ്ങ് അവിടെ നിൽക്കൂ, ഞാൻ ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഗുഹയുടെ അകത്തളത്തിലുള്ള എല്ലാ ദ്വാരങ്ങളും അടച്ചു വൃത്തിയാക്കി. ഒന്ന് മാത്രം അടച്ചു വൃത്തിയാക്കാറൊന്നും കിട്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ കൈ പിടിച്ച് ഗുഹക്കകത്തേക്ക് ഇറക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ഉറക്കക്ഷീണുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ല. സിദ്ദീഖ് തങ്ങൾക്ക് ഉറക്കക്ഷീണുണ്ട്.
രണ്ടുപേർക്കും ഉറക്കക്ഷീണമുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ ഉറക്കക്ഷീണം കണ്ടപ്പോ സിദ്ദീഖ് തന്റെ ഉറക്കക്ഷീണം അങ്ങ് മറന്നു. എന്നിട്ടോ ഗുഹക്കകത്തിരുന്നിട്ട് രണ്ട് കാലും നിവർത്തി വെച്ചു കൊടുത്തു, മടി വിരിച്ചു കൊടുത്തു. ഒരുമ്മ തന്റെ പൊന്നുമോനെ മടിയിൽ കിടത്തുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ തന്റെ മടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഉറക്കുകയാണ്. അടക്കാൻ ബാക്കിയുള്ള ദ്വാരത്തിലേക്ക് കാലിന്റെ തള്ളവരൽ വെച്ചടച്ചു പിടിച്ചിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഉറക്ക് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് കാലിൽ എന്തോ കടിച്ചത്. കാലിൽ കടിച്ചപ്പോ കാല് വലിച്ചില്ല സിദ്ദീഖ്. ശ്രദ്ധിക്കണേ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാര് പറയും സിദ്ദീഖ് എന്ന ആത്മഹത്യാശ്രമമാണ് നടത്തിയത് എന്ന് പറയേണ്ടി വരും. കാല് വലിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാല് വലിക്കാതിരിക്കാൻ കാരണം എന്താ? ഞാൻ എന്റെ കാല് വലിച്ചാൽ എന്റെ ഹബീബ് ഉണർന്നു പോകും. വിഷം കാരി തുടങ്ങി. ചരിത്രം പറയാ രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേദന അസഹനീയമായപ്പോ അറിയാതെ കരഞ്ഞുപോയി. ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് കുറ്റിയപ്പോൾ റസൂലുള്ളാഹി ഉണർന്നു. ഉണർന്നപ്പോ ചോദിച്ചു, സിദ്ദീഖ് എന്തിനാ കരയുന്നത്? ഇപ്പൊ പറഞ്ഞു, നബിയെ കാലിൽ എന്തോ കടിച്ചു എന്ന് തോന്നുന്നു. ഉടനെ ഉമനീർ പുരട്ടിക്കൊടുത്ത് വിഷമിറങ്ങി. പൊന്നു നബി ചോദിച്ചു, സിദ്ദീഖ് സർപ്പം കടിച്ചപ്പെടണ്ടേ പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉറക്കുണർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളോട്, ഒരാളുടെ ഉറക്കിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ജീവനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതു മനുഷ്യനും പറയും ഒരാളുടെ ഉറക്കിനേക്കാളും പ്രാധാന്യം ഒരാളുടെ ജീവനാണ്. എന്നാൽ സിദ്ദീഖുൽ അക്ബറിന് തന്റെ ജീവനേക്കാളും വലുത് റസൂലുള്ളാഹിന്റെ ഉറക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ചില ആളുകൾ ഇന്ന് പറയേണ്ടി വരും സിദ്ദീഖ് ആത്മഹത്യാശ്രമം നടത്തിയവനാ. ഈമാൻ എന്താന്ന് പഠിക്കണം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദരങ്ങളോട്. എന്റെ സഹോദരങ്ങൾ, ഭയങ്കര ബ്രെയിൻ വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ തലമുറയെ പഠിപ്പിക്കണം. ആ മഹബത്തിൽ നിന്ന് ഈമാൻ ഉണ്ടാവും. വീട്ടിന്റെ അകത്തളങ്ങളിൽ മൗലിദുണ്ടാവണം. വീട്ടിന്റെ അകത്തളങ്ങളിൽ റബീഉൽ അവ്വൽ മാത്രമല്ല, സ്ഥിരമായി എല്ലാ ദിവസവും കുറച്ചു നേരം മക്കളെയൊക്കെ കൂട്ടിയിരുത്തിയിട്ട് പുണ്യനബിയുടെ മദ്ഹും സ്വലാത്തും ചൊല്ലിയാൽ തന്നെ അല്ലാഹു തആല കാവൽ തരും. കൊല്ലത്തിൽ ഒരു തവണ ചെയ്താൽ ഒരു വർഷത്തേക്ക് മുഴുവൻ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് കാവലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഞാൻ എത്തിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഈ സദസ്സ് ദുആയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ദുആ ചെയ്യാനുള്ള മഹാന്മാർ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതുകൊണ്ട് വീട്ടിന്റെ അകത്ത് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് പുണ്യനബിയെ കുറിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹിയിലൂടെ റബ്ബിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മക്കക്കാർ റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലേ, മുഹമ്മദേ നീ കുറെ കാലായില്ലടോ ഞങ്ങൾ അങ്ങനെ പേടിപ്പിക്കുന്നു. ആദ് സമുദായത്തെ അല്ലാഹു അങ്ങനെ ചെയ്തു, സമൂദിനെ ഇങ്ങനെ ചെയ്തു, നൂഹ് സമുദായത്തിന് അല്ലാഹു തആല ഇങ്ങനെ വരുത്തി. ഇതൊക്കെ പറഞ്ഞിട്ട് നീ ഞങ്ങൾ അങ്ങനെ പേടിപ്പിക്കില്ലേ? ഏടരോ നിന്റെ റബ്ബിന്റെ ശിക്ഷ. എന്നാ ഞങ്ങളെ ഒന്ന് ശിക്ഷിക്കാൻ പറയടോ നിന്റെ റബ്ബിനോട്. ഞങ്ങളുടെ മേലൊരു ഇടുത്തി വിടുത്താൻ പറ. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കാൻ പറ എന്ന് മക്കക്കാർ പുണ്യനബിയോട് പറഞ്ഞു. ഭയങ്കര വെല്ലുവിളിയാണ്. ശിക്ഷ നേരെ ചോദിക്കാനല്ലേ. ഈ റസൂലുള്ളാഹിന്റെ കാലിൽ കല്ലെറിഞ്ഞ് രക്തമൊഴുകിയപ്പോൾ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നല്ലോ. ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചില്ലേ, നബിയേ അങ്ങയോട് ചെയ്ത ക്രൂരത അല്ലാഹു തആല കണ്ടിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, തായിഫിന്റെ മല അവരുടെ മേൽ മറിച്ചിട്ടവരെ കൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങയോടൊന്ന് സമ്മതം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കക്കാരല്ലാന്റെ ഹബീബിനോട് പറഞ്ഞെന്താ? റസൂൽ അത് ശരീരത്തെയാണ് ത്വായിഫുകാർ ബുദ്ധിമുട്ടിച്ചത്. മക്കക്കാരോ അഭിമാനത്തിൽ കുത്തി സംസാരിക്കുകയാണ്. മുഹമ്മദേ എവിടെടോ എന്റെ റബ്ബിന്റെ ശിക്ഷ? അഭിമാനത്തിൽ കുത്തിയാ സംസാരിക്കുന്നത്. ഉടനായിത്തിറങ്ങിയില്ലേ. എന്താ അല്ലാഹു തആല പറഞ്ഞ? നബിയേ മക്കക്കാരോട് പറഞ്ഞേക്ക്, അവരെത്ര ശിക്ഷ ചോദിച്ചാലും ഞാൻ അവരെ ശിക്ഷിക്കാൻ പോകുന്നില്ല. എന്താ കാരണം പറഞ്ഞത്? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബുഹും വഅൻത ഫീഹിം, അങ്ങവരിൽ ഉണ്ടായിരിക്കവേ ഞാൻ മക്കക്കാരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞേക്കണേ. ആയത്താണ്, ഖുർആനാണ്. അങ്ങവരിൽ ഉണ്ടായിരിക്കവേ ഞാൻ അവരെ ശിക്ഷിക്കൂല എന്ന് പറയണേ.
അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനെയും അല്ലാഹു തആല മക്കയിൽ വെച്ച് കൊടിയ മുശ്രിക്കീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനെ ക്രൂരമായി പീഡിപ്പിച്ചവരെ ശിക്ഷിക്കൂല എന്ന് അല്ലാഹു എന്താ കാരണം പറഞ്ഞത്? വഅൻത ഫീഹിം, അങ്ങവരിൽ ഉണ്ട് എന്നതാ അതിന്റെ കാരണം. അങ്ങവരിൽ ഉള്ളത് കൊണ്ട് ഭൗതിക ശരീരം, റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മക്കക്കാർക്ക് കാവലാന്ന് ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ഒരു കൊല്ലത്തിൽ ഒരു തവണ ഒരു വീട്ടിൽ വെച്ച് കഴിച്ചാൽ ഒരു കൊല്ലത്തേക്ക് അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് കാവലുണ്ടാവുന്ന, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് കാവലുണ്ടാകുമെന്ന്. റഹ്മർ റഹീമീനായ റബ്ബേ, എല്ലാ അദാബിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നമുക്ക് എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ സംരക്ഷണമില്ലാത്തത്? പുണ്യ ഹബീബ് ഖൽബിലില്ലാത്തതുകൊണ്ടാണ്. ഭൗതിക ശരീരമുള്ള നാടിന് ശിക്ഷയില്ല എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിന്റെ ഹബീബിന്റെ ഖൽബിന്റെ അകത്ത് സ്നേഹിക്കുന്ന ഒരു ജനതക്ക് അല്ലാഹു തആല അദാബിറക്കിയവരെ പരീക്ഷിക്കൂല. റഹ്മർ റഹീമീനായ റബ്ബ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടക്കാനാവാത്ത സ്നേഹം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹ് പരിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള അടഞ്ഞുപോയ കവാടങ്ങൾ നീ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരണമേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രുചിയുള്ള ഈമാൻ ഹബീബായ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ളവരുടെ ഈമാനാണ്. മഹബ്ബത്തുള്ളവരുടെ ഈമാനാണ്. ചരിത്രം പരിശോധിച്ചാൽ കാണാം, രണ്ട് വിരുദ്ധമായ ചരിത്രം, രണ്ട് ചരിത്രം വൈരുദ്ധ്യം, പക്ഷെ രണ്ടും മഹബ്ബത്താണ്. അതാ രസം. സ്വഹാബികളുടെ ജീവിതത്തിലെ രണ്ട് ചരിത്രങ്ങൾ ഒന്നൊന്നിനെതിരാണ്, പക്ഷെ രണ്ടും മഹബ്ബത്താണ്. എന്താ ഒന്ന്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹ് എൻ്റെ റസൂലുള്ളാഹിന്റെ മദീനത്ത് എനിക്ക് ഷഹീദാകാൻ തൗഫീഖ് ചെയ്യണേ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു ദുആ ചെയ്യാറുണ്ടായിരുന്നത്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാല് പേരും ഉഹദ് മലന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് റസൂലുള്ളാഹി ഉഹദ് മലയുടെ മുകളിൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് പറഞ്ഞു, ഉഹദ് പർവ്വതമേ, നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് ശുഹദാക്കളുമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് കേട്ട അന്ന് മുതൽ മനസ്സിലായി, ഞാൻ ഷഹീദാവുകയാണ് ചെയ്യുക. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഷഹീദാകുന്നതിനായിരുന്നില്ല ബേജാർ. മഹാനവർകൾ മനസ്സിലാക്കി, ഷഹീദാകണമെങ്കിൽ എനിക്ക് മദീനത്ത് മരിക്കാൻ പറ്റൂല. കാരണം ഷഹീദാകണമെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കണം. യുദ്ധം മദീനയുടെ വെളിയിലാണ് നടക്കുക. റസൂലുള്ളാഹി എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഷഹീദാകുമെന്നാ. അപ്പൊ എന്റെ മരണം മദീനയുടെ വെളിയിലായിരിക്കും. അന്ന് മുതൽ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഇനി എന്റെ റസൂലുള്ളാഹി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷഹീദാകുമെന്ന്. റബ്ബേ, എന്നെ നീ റസൂലുള്ളാഹിന്റെ മദീനത്ത് ഷഹീദാക്കി തരണേ എന്ന്. റസൂലുള്ളാഹിന്റെ മദീനത്ത് ഷഹീദാക്കി തരണേ എന്ന്. ഷഹീദാകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഹജ്ജ് ചെയ്തു മഹാനവറുകൾ. ദുൽഹിജ്ജിൽ ഉമർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജിനായി പോയി. ദുൽഹിജ്ജയിൽ ഹജ്ജ് കഴിഞ്ഞ് മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. സ്വഹാബികൾ പറയാ, ആ കൊല്ലത്തെ ഹജ്ജിലെ അധിക ദുആയും ഉമറിന് പ്രായമായി, റബ്ബേ ഉമറിന് പ്രായമായി, ഏറ്റവും അർഹരായ ആളുകളുടെ കയ്യിലേക്ക് ഭരണം നീ ഏൽപ്പിക്കണേ അല്ലാഹ്. ഉമറിന് റസൂലുള്ളാഹിന്റെ മദീനത്തെ ഷഹീദാക്കി തരണേ അല്ലാഹ്. ഇത് തന്നെയാ ഉമറിന്റെ നിരന്തരമായ പ്രാർത്ഥന. ആരാ നിങ്ങൾ ചിന്തിക്കണേ, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയാണ്. റസൂലുള്ളാഹിന്റെ മദീനത്ത് ഷഹീദാക്കി തരണേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഈ ദുആ കേട്ടത്. ദുആ കേട്ടപ്പോൾ ഉപ്പയോട്, അതെങ്ങനെയാണ് പ്രിയപ്പെട്ട പിതാവേ അങ്ങ് ദുആ ചെയ്യുന്ന കാര്യം നടക്കുക? അങ്ങേക്ക് ഷഹീദാകണമോ മദീനത്ത് മരിക്കാൻ കഴിയൂലല്ലോ. അങ്ങക്ക് മദീനത്ത് മരിക്കണോ ഷഹീദാകാനും കഴിയൂലല്ലോ. ഷഹീദാകണമെങ്കിൽ മദീനയുടെ വെളിയിൽ പോകണ്ടേ. മദീനത്ത് മരിക്കണമെങ്കിൽ ഷഹീദാകാനും കഴിയൂല. ഷഹീദാകണോ മദീനത്ത് മരിക്കാനും കഴിയൂല. കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ. ചരിത്രം പറയാ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് ദുൽഹിജ്ജ 28 അന്ന് മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്.
മദീന പള്ളിയിൽ മഹാനവറുകൾ ഇമാമത്ത് നിൽക്കുകയാ. മഹാനവറുകൾ മിഹ്റാബിലേക്ക് കയറി നിന്നിട്ട് മുസ്ലിം ഉമ്മത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾക്ക് ഇമാമത്ത് നിൽക്കാൻ ഒരുങ്ങവേ പിന്നിൽ നിന്നൊരു ശത്രു വന്ന് കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലും വെട്ടി, മഹാനവറുകളുടെ ഉദരത്തിലും വെട്ടി. കുടൽമാല പോലും പുറത്തേക്ക് ചാടി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ പിന്നിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികൾ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുടൽമാല പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. രക്തം ചീറ്റി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ ഉമർ ചോദിക്കുന്നത്, അയ്ന അബ്ദുല്ലാഹ്, അയ്ന അബ്ദുല്ലാഹ്, അയ്ന അബ്ദുല്ലാഹ്, എവിടെ എന്റെ മോൻ അബ്ദുള്ള എവിടെ? മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, രക്തങ്ങനെ വാർന്നൊഴുകുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ. മഹാനവറുകൾ പറയുകയാണ് അബ്ദുള്ളയോട്, മകനോട്, മോനെ, നിന്റെ ഉപ്പാക്ക് 2 ആഗ്രഹം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അൽഹംദുലില്ലാഹ്, ഒന്ന് അല്ലാഹു തആല സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. പൊന്നമോനെ, നിന്റെ ഉപ്പായുടെ ആഗ്രഹം റസൂലുള്ളാഹിന്റെ മദീനത്ത് ഷഹീദാകണം എന്നായിരുന്നു. അള്ളാന്റെ ഹബീബ് ഞാൻ ഷഹീദാവുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞ അന്ന് മുതലേ എനിക്ക് ബേജാറായിരുന്നു, എന്റെ മരണം മദീനത്തല്ലാതെയായി പോകുമോ എന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്ത് എനിക്ക് ഷഹീദാകാൻ തൗഫീഖ് നൽകിയ റബ്ബേ, നിനക്ക് സ്തുതി എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പൊന്നമോനോട് പറയാ, മോനെ, രണ്ടാമതൊരാഗ്രഹമുണ്ട് പൊന്നമോനെ, നിന്റെ പിതാവിന്. ഉപ്പായുടെ മനസ്സ് പറയുന്നത് ഉപ്പ ഈ രോഗത്തിൽ മരണപ്പെടുമെന്നാണ്. ഉപ്പ ഈ രോഗത്തിൽ മരണപ്പെട്ടാൽ നിന്റെ ഉപ്പായുടെ ആഗ്രഹം റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കണം എന്നാണ്. നിങ്ങൾ ചിന്തിക്ക്, ഈമാൻ എന്താണ്? ഇവരൊക്കെ പഠിപ്പിച്ച മഹബത്ത് എന്താണ്? റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കണോ നാ മോനെ? ഉമറിന്റെ താല്പര്യം, എന്റെ താല്പര്യം, നിന്റെ ഉപ്പായുടെ താല്പര്യം. മോനെ, അവിടെ 4 ആൾക്ക് കിടക്കാനുള്ള സ്ഥലമാ ഉള്ളത്. റസൂലുള്ളാഹി വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. പ്രവാചകന്മാർ എവിടെയാണോ വഫാത്തായത് അവരെ ഖബറടക്കം ചെയ്യണമെന്ന നിയമം റസൂലുള്ളാഹിനെ. അതുകൊണ്ട് അവരെ തന്നെ ഖബറടക്കം ചെയ്തു. പിന്നെ ഈ മുസ്ലിങ്ങളുടെ ഖലീഫയായി മാറിയത് 1-ാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ വഫാത്തായപ്പോൾ മകൾ ആയിഷ ബീവി ഭർത്താവിന്റെ അടുത്ത് പിതാവിനെ കിടത്തി. മോനെ, 2 പേർക്ക് കിടക്കാൻ സ്ഥലമുണ്ട് ഇവിടെ. ഒന്ന് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ മാറ്റി വെച്ചതാണ്. ഈസാ നബി ആളുകൾ കൊല്ലാൻ വന്നപ്പോൾ ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തി. ലോകാവസാനത്തോടനുബന്ധിച്ച് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഭൂമി ലോകത്ത് ഇസ്ലാമിക സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തും. മഹാനവറുകൾ സാധാരണ പോലെ മരണപ്പെടും. മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തവരെ കിടത്തും. മോനെ അബ്ദുള്ള, പിന്നെ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. അത് പ്രിയപ്പെട്ട ആയിഷ ഉമ്മ തന്റെ ഭർത്താവിന്റെയും പിതാവിന്റെയും അടുത്ത് കിടക്കാനായി തനിക്ക് മാറ്റിവെച്ച സ്ഥലമാ. പൊന്നമോനെ, ആയിഷ ഉമ്മയുടെ അടുത്തൊന്ന് പോകുമോ മോൻ? ആയിഷ ഉമ്മയോട് ആ സ്ഥലം എനിക്ക് വിട്ടുതരുമോ എന്ന് ചോദിക്കുമോ മോൻ? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ആരാ? കീറിയ കുപ്പായം ധരിച്ചു ഖുത്ബയോതിയിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു തൊടിക്കഷ്ടത്തിന് പോലും ഒരാളോടും യാചിച്ചിട്ടില്ല. ഒരിക്കൽ ഖലീഫയെ കാണാൻ ആളുകൾ വന്നു. ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അയാളോട് ചെന്നിട്ട് ഈ ആഗതൻ ചോദിച്ചു, വിളിച്ചുണർത്തിയിട്ടേ, ഖലീഫയുടെ കൊട്ടാരം എവിടെയാണ്? മുസ്ലിങ്ങളുടെ ഖലീഫയുടെ കൊട്ടാരം എവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ, എന്താ ആവശ്യം? അപ്പൊ ഇയാൾ പറഞ്ഞു, ഖലീഫയോട് പറയാനുള്ള കാര്യം നിങ്ങളോടല്ല പറയണ്ടേ, ഖലീഫയുടെ കൊട്ടാരം എവിടെ? അപ്പയും ചോദിച്ചു, നിങ്ങളുടെ ആവശ്യം എന്താണ്? മനുഷ്യ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഖലീഫയോട് പറയാനുള്ള കാര്യം നിങ്ങളോടല്ലല്ലോ പറയേണ്ടത്, ഖലീഫയുടെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഖലീഫ ഞാൻ തന്നെയാണ്. ആഗതൻ ഞെട്ടിവരച്ചുപോയി. ഉമറിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് മദീനത്തൊരു കുടിലായിരുന്നു. ആ ഉമർ ഒരു ഫിൽസിന് പോലും ഒരാളോടും യാചിച്ചിട്ടില്ല. ഉമർ യാചിച്ചത് എന്തിനാണെന്നറിയോ? മോനെ, ആയിഷ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് ചോദിക്കണം, ലജ്ജയുണ്ട് എനിക്ക് ചോദിക്കാൻ, പക്ഷേ എൻ്റെ മനസ്സതല്ലാതെ സമ്മതിക്കുന്നില്ല.
എനിക്ക് എന്റെ ഹബീബിന്റെ അടുത്ത് കിടക്കണോ, അതുകൊണ്ട് മോനൊന്ന് പോയിട്ട് ആയിഷയുമ്മയോട് ആ സ്ഥലം നിന്റെ ഉപ്പാക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചു നോക്കണം എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാ സ്വഹാബികളിൽ നിന്ന് സ്നേഹം പഠിക്കേണ്ടത്. രണ്ടാമത് വേറെ സ്വഹാബിയുണ്ട്. ആരാണത്? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു? റസൂലുള്ളാഹി വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ഞാൻ നീട്ടി പറയല്ല. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ മദീനക്കാരോട്, എൻ്റെ റസൂലുള്ളാഹില്ലാത്ത ജീവിച്ചിരിക്കുന്നില്ലാത്ത മദീന പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അന്ന് ജീവിച്ചിരിക്കുന്ന ലക്ഷത്തിലധികം വരുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും ബിലാലിനോട് ചോദിച്ചില്ല, ബിലാലെ നീ ഇതുവരെ ബാങ്ക് കൊടുത്തത് അള്ളാഹ്ക്കാണോ റസൂലുള്ളാഹിക്കാണോ? അന്ന് ഏറ്റവും കൂടുതൽ ഈമാനുള്ള 1,00,000-ലധികം വരുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും ചോദിച്ചില്ല ബിലാലിനോട്, ബിലാലെ നീ ഇത്രയും കാലം ബാങ്ക് കൊടുത്തത് റസൂലുള്ളാഹിക്കാണോ അള്ളാഹ്ക്കാണോ? ഇന്നുണ്ട് ചില മനുഷ്യന്മാരങ്ങനെ ചോദിക്കുന്ന ആളുകൾ. ഓരോ ചോദ്യം കേട്ടാൽ ഭയങ്കരം തോന്നും. പക്ഷേ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈമാനിന്റെ രുചികരമായ സാഹചര്യങ്ങളിൽ നിന്ന് രുചിയില്ലാത്തിടത്തേക്കാണ്. തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമുക്ക് രുചിയുള്ള ഈമാൻ പ്രദാനം ചെയ്യട്ടെ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കൂല മദീനത്ത് എന്ന്. സ്വഹാബികൾ പലരും പറഞ്ഞു നോക്കി, ഞാൻ കൊടുക്കൂല, എൻ്റെ റസൂലുള്ളാഹില്ലാത്ത മദീനത്ത് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. അവസാനം സ്വഹാബികൾ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്താലേ, സ്വഹാബികൾ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേൾക്കുമ്പോൾ ബിലാൽ ഇങ്ങനെ കരയും. റസൂലുള്ളാഹിനെ ഓർമ്മ വരും ബിലാലിന് റളിയല്ലാഹു അൻഹു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്കുള്ളൊരു ഡോറുണ്ട്. ആ ഡോറിലേക്ക് നോക്കിയിട്ട് കരയും ബിലാൽ. സാധാരണ എന്താ, ബാങ്ക് കൊടുത്താൽ ആ ഡോർ ആയിഷ ബീബി വന്ന് തുറന്നു വെക്കാറുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അടച്ചു കളഞ്ഞ വാതിൽ പിന്നെ തുറക്കപ്പെട്ടിട്ടില്ല. ബിലാൽ ആ വാതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരയും. ഇഖാമത്ത് കേട്ടാൽ കരയും ബിലാൽ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി നിന്നാൽ കരയും ബിലാൽ. സാനം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഹബീബില്ലാത്ത മദീനത്ത് ഞാനില്ല, എൻ്റെ ഹബീബില്ലാത്ത മദീനത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ബിലാൽ കടന്നു കളഞ്ഞു സിറിയയിലേക്ക്. പഠിക്കണം നമ്മൾ ചരിത്രം. സ്നേഹം പഠിക്കേണ്ടത് നബിയുടെ സ്വഹാബികളിൽ നിന്ന്. സിറിയ എന്ന് പറഞ്ഞാൽ ഷാം, അന്നത്തെ കാലത്ത് ഷാമിലേക്ക് കടന്നു കളഞ്ഞു. പിന്നെ മദീനത്തേക്ക് വന്നില്ല. എന്താ, മദീനത്തേക്ക് വരുമ്പോഴേക്ക് റസൂലുള്ളാഹിനെ ഓർമ്മ വരും, തേങ്ങും ബിലാൽ. അങ്ങനെ ഷാമിൽ തന്നെ നിന്നു ഡമസ്കസിൽ. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റസൂലുള്ള സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ബിലാൽ അങ്ങനെയോട് പിണങ്ങിയോ ബിലാൽ? ഇതങ്ങ് കേട്ടപ്പോ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന ബിലാൽ പൊട്ടി പൊട്ടി കരഞ്ഞു. ഡ്രസ് മാറ്റി കുതിരപ്പുറത്ത് ചാടിക്കയറി നേരെ മദീന മുനവ്വറയിലേക്ക് യാത്ര ചെയ്തു. മദീനയിൽ വന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്നിട്ട് തേങ്ങി തേങ്ങി പറയാ, യാ റസൂലല്ലാഹ്, ബിലാൽ അങ്ങയോട് പിണങ്ങിയതല്ല. ബിലാലിന് എങ്ങനെ അങ്ങയോട് പിണങ്ങാൻ കഴിയുമോ നബിയെ? ബിലാൽ പിണങ്ങിയതല്ല. യാ റസൂലല്ലാഹ്, അങ്ങില്ലാത്ത മദീനത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പോയതാ നബിയെ. ബിലാൽ ഇങ്ങനെ തേങ്ങിക്കറിയാൻ. ഇത് മദീനക്കാര് കണ്ടപ്പോ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ മദീനക്കാരൊക്കെ ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ബിലാലേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് വാങ്ങൊന്ന് കൊടുക്കോ, ഞങ്ങൾക്കൊന്ന് കേൾക്കാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബില്ലാത്ത മദീനത്ത് ഞാൻ വാങ്ങ് കൊടുക്കൂല. ഏത് ബിലാലാന്നറിയോ? ഉമയ്യത്തിന്റെ ക്രൂരമായ ചങ്ങലകളിൽ കടന്ന് പീഡനം അനുഭവിക്കുമ്പോ അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ മോചിപ്പിച്ചു കൊണ്ടുവന്ന ബിലാലിന്റെ കൈ പിടിച്ചിട്ട് കഅബയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ആ കറുത്ത ബിലാലിനോട് മക്കയെ പ്രകമ്പനം കൊള്ളിപ്പിച്ച തൗഹീദിന്റെ മദ്ധ്വനികൾ കേൾപ്പിച്ചത് ഈ നബിയാണ്. റസൂലുള്ളാഹി പറയുന്നു, എന്റെ ബിലാൽ എന്ന്. അതുകൊണ്ട് സ്വഹാബികൾക്ക് പേടിയ ബിലാലിനെ. ഉമർ റളിയല്ലാഹു അൻഹു പറയ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാവരും പറഞ്ഞു, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം. കേട്ടില്ല. ഖലീഫ പറഞ്ഞു, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കൂ. അപ്പൊ പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫയോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ബാങ്ക് കൊടുക്കാൻ പറയരുത്, എന്റെ റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തേക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ രണ്ട് പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ആ ബാങ്കൊന്ന് കൊടുക്കോ, വല്ലിപ്പാന്റെ കാലത്തെ ബാങ്കൊന്ന് കേൾക്കാനാ. ആ രണ്ട് മക്കളും പറഞ്ഞപ്പോൾ ബിലാലിനൊന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്താ അറിയോ? ബിലാൽ കണ്ടിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി ആ രണ്ട് മക്കളെയും സ്നേഹിക്കുന്നത്.
കവളത്ത് തുരുതുരാ മാറി മാറി ചുംബനമർപ്പിക്കും. ഇതെന്റെ ഹസന, ഇതെന്റെ ഹുസൈന എന്ന് പറഞ്ഞ ആ മക്കളെ താലോലിക്കും പുണ്യനബി. ആ മക്കൾ പറഞ്ഞപ്പോൾ ബിലാലിനെ നിരാകരിക്കാൻ പറ്റിയില്ല. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയെ പോലെ പീഠത്തിൽ കയറി നിന്നു. മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കേട്ടപ്പം മദീനയാകെ പ്രകമ്പനം കൊണ്ടു. മദീനക്കാർ മനസ്സിലാക്കിയത് എന്താ പറയുക, റസൂലുള്ള തിരിച്ചു വന്നു. കേട്ടവർ മുഴുവൻ മദീന പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി. അവർ മനസ്സിലാക്കിയത് റസൂലുള്ള തിരിച്ചു വന്നിട്ടുണ്ട്. അന്ന് വരെ മദീനക്കാരുടെ മനസ്സിൽ നിന്ന് ആ വേദന പോയിട്ടില്ല. അവരെല്ലാരും മദീന പള്ളിയിലേക്ക് ഓടി ഓടി വന്നു. മദീന പള്ളി നിബിഡമായി. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നവരൊക്കെ റസൂലുള്ളാഹിനെ തരിയാ. പുണ്യനബി തിരിച്ചു വന്ന പ്രതീതി അവർക്ക് തോന്നിയത്. എല്ലാവരും ബാങ്ക് അങ്ങനെ കേട്ട് കരഞ്ഞിരിക്കുമ്പോഴാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വചനം ഉച്ചരിക്കാൻ തുടങ്ങിയത്. അശ്ഹദു അന്ന എന്ന് പറഞ്ഞ ബിലാലിന് മുഹമ്മദ് എന്ന് പറയാൻ കഴിയാതെ ചുണ്ടകൾ വിറച്ചു, ഖണ്ഡമിടറി. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നു പോയി. ബാങ്ക് കൊടുത്ത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അന്ന് മദീന മുഴുവൻ തേങ്ങിക്കരഞ്ഞ ദിവസമായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയേണ്ടി വരൂലേ ചിലർക്ക് ബിലാൽ മുഹമ്മദിനെ പൂജിച്ചവനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബിനെ ഖൽബിന്റെ അകത്ത് സ്നേഹിക്കണം. ആ ഹബീബില്ലാത്തൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതായിരിക്കട്ടെ കൊറോണ കഴിഞ്ഞുള്ള ഈ പരിശുദ്ധമായ റബീഇന്റെ സന്ദേശമായി നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റബ്ബേ. പഠിച്ചോനെ, ഞങ്ങളതൊക്കെ പഠിപ്പിച്ച് ഞങ്ങളെ വാപ്പിമ്മയുണ്ട്. ഞങ്ങളുടെ ഈ കൂട്ടത്തിലെ പലരുടെയും വാപ്പയിമ്മയും ആരുടെ മണ്ണിന്റെ ചുവട്ടില. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. ഒരുപാട് കാലം ആ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. അവർക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം തരണേ റബ്ബേ. പടച്ചോനെ, അല്ലാഹുവേ, അവർക്ക് ഗുണം ചെയ്യാൻ ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, അവരെ പൊന്നുപോലെ നോക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. അവർക്ക് ഖിദ്മ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റബ്ബേ. റഹീമീനായ അല്ലാഹ്, അവർക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉമ്മ ഞാൻ പോവാന്ന് പറയാൻ റബ്ബേ, ഞങ്ങളുടെ മാതാക്കളെ ഞങ്ങൾക്ക് എല്ലാ കാലത്തും കണ്ടു നിൽക്കാൻ അവർക്ക് നീ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്മ എന്ന് വിളിക്കാൻ ഞങ്ങളുടെ മാതാക്കൾക്ക് നീ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ആസിയ എന്ന സഹോദരി നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടിരുന്നു. തരാൻ വന്ന മുമ്പ് മരിച്ചുപോയി. തരാൻ വേണ്ടി വരുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ലാഹു തആല 1230 റുപ്യയുണ്ട്. അല്ലാഹു തആല സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. 2 കൊല്ലമായി 5 കൊല്ലം 2 കൊല്ലം എഴുതിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല. റബ്ബനാ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. കേൾവി ശരിയാവാൻ ദുആ ചെയ്യാൻ 500 സംഭാവന. റബ്ബനാ, അവരുടെ കേൾവിയുടെ പെട്ടെന്ന് നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹീമീനായ റബ്ബേ, ഞങ്ങൾ നീ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ ഉമ്മത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മുത്ത് ഹബീബിനെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്.